നമ്മൾ രാവിലത്തേക്കാളും ശോകമുഖമാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. കാരണം ഭയങ്കരമായിട്ട് തുമ്മൽ, തൊണ്ട ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, അങ്ങനെ ഭയങ്കര മൂക്കൊക്കെ ഇങ്ങനെ ഫേസിലൊക്കെ ചൊറിയുക, കണ്ണിനകത്തൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ. അപ്പോൾ വെള്ളം തട്ടുമ്പോൾ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണിലേക്കൊക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ ചൊറിച്ചിലൊന്ന് റെഡി ആവാൻ വേണ്ടി വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു. അലർജി ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ വൈകിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മേലെഴുകാൻ, തല നനയ്ക്കാതെ മേലെഴുകാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കുളിക്കുന്നതാണ്. ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു നമ്മൾ നേരത്തെ വീട് വെച്ച് കയറുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാലം ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പരിചയങ്ങളൊന്നും ഉണ്ടാവാത്തത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരാളായിട്ടും, കാരണം പ്രായമായിട്ടുള്ള അമ്മയാണ് എനിക്ക്. അപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് നമുക്കൊരു എന്തിനും ഹെൽപ്പായിട്ട് നിന്നൊരു കുട്ടിയുണ്ട്. അവളുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവരം കിട്ടി കേട്ടോ. നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ ഫ്രാക്ചർ ആയിട്ടിരിക്കുക. കൈ മാത്രമാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ കാലിലും ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അറിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഒന്ന് പോയി കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ. എന്തായാലും പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ലല്ലോ. എല്ലാവരും ആ പിള്ളേർക്ക് പോയി ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവരെ കഥാ